ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. പോകുന്നത് എവിടെയാണെന്ന് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. നമ്മൾ വരുന്ന വഴി കാട്ടിലൊരു വീട്. നമുക്ക് ഹെയർ കളർ ചെയ്തു കൊള്ളാവും. കിളി എന്തോ കിളി കരയുന്ന അവിടെ ഇരുന്ന്. കിളികൾ കുറെ കിളികളിരുന്ന് കരയുന്ന കേട്ടോ ഞങ്ങൾ പോണ വഴിക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഞാൻ ശ്രീജയുടെ കൂടെ ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. ആ ഹെയർ ഒന്ന് കാണിച്ചിടാം, എന്നിട്ട് ബാക്കിലോട്ട് ഇട്ടിടോ. കൊള്ളാമല്ലേ ഹെയർ കളർ? നൈസായിട്ടുണ്ടല്ലേ ഹെയർ കളർ ചെയ്തത്? ഞാൻ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ഹെയർ കളർ ലൈക്ക് എ ബർഗണ്ടി കളർ. മഴയത്താണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മഴയായിരുന്നു, അല്ല വെയിലായിരുന്നേ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കറക്റ്റായിട്ട് മഴ വീണ്. ഞാൻ ഇങ്ങനത്തെ മഴയല്ല ഉദ്ദേശിച്ചത്, ചെറിയ മഴയാണ് ഇത്. ഭയങ്കര വലിയ ഞങ്ങളിതാ എത്തിയപ്പോൾ നല്ല മഴയാണ് ഗൈസ്. രണ്ടുപേരും മഴയത്ത് തുണിയുമായിട്ട് പോകണം. ഓ, തുണി മൊത്തം നനഞ്ഞടി അവരുടെ. വാട്ട് എ കോയിൻസിഡൻസ്. മഴ ഇല്ലെന്ന് വിചാരിച്ചപ്പോൾ മഴ നല്ല വെയിലാണ്. അങ്ങനെ ഞങ്ങളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മേക്കപ്പ് മുടിച്ചു പോയതായിട്ട് അറിയിച്ചു. ഇതാ ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ടാണ് മഴ മാറി വെയിൽ വന്നത്. അപ്പോൾ ഇതാ ആ വെയിലത്താണ് ഇപ്പോൾ നടന്നു പോകുന്നത് നമ്മൾ. അതിൻ്റെ നിഴലൊക്കെ കാണാം, ശ്രീജയുടെ നിഴൽ. എത്ര പെട്ടെന്നാണല്ലേ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മൾ എങ്ങോട്ടേക്കാണ് വന്നത്. നമ്മൾ വന്നത് ശ്രീജയുടെ കൂടെ ഞാൻ കലിച്ചറ വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ശ്രീജ മാല വാങ്ങിക്കണമെന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ മാലയെല്ലാം നോക്കി ശ്രീജക്ക് ഒരു മാല പോലും ഇഷ്ടപ്പെടാതെ തിരിച്ചു വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതേ കുറേ വെറൈറ്റി ആയിട്ടുള്ള മാലകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്കതൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടു, പക്ഷേ അതെനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നില്ലായിരുന്നു. പിന്നെ ശ്രീജ മൂക്കുത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ മൂക്കിൽ ഓൾറെഡി ഒരു ഗോൾഡിൻ്റെ മൂക്കുത്തി കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനത്തെ ഫാൻസി ടൈപ്പൊന്നും നോക്കാറില്ല. അപ്പോൾ ശ്രീജ അത് നോക്കിയിട്ട് അവൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഡയമണ്ട് പോലെ ഉണ്ടായിരുന്നു. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷാണ് നോക്കിയത്. നെയിൽ പോളിഷ് എന്തായിട്ടൊക്കെ ചവർകുത്തിയ കളറൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് നോക്കി എടുത്തിട്ട് വാ, മഴയൊക്കെ അല്ലേ, വീട് പിടിക്കണം. അങ്ങനെ പിന്നെ ഏതോ ഒരു കളറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ചീക്ക കളറൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, ഓറഞ്ച് കളർ. എൻ്റെ അമ്മേ വയ്യ. പിന്നെ ഫൈനലി ഇതെന്തോന്ന് സെലക്ട് ചെയ്ത് കേട്ടോ. അത് പിന്നെയും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ബ്രൈറ്റ് കളറിൻ്റെ ആളാണ്. അങ്ങനെ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിത് വീഡിയോ എടുത്തതാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ജമന്തി പൂക്കൾ. അങ്ങനെ പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സ്കൂൾ തുറക്കാനുള്ള സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഒരു വലിയ ബണ്ടിൽ ബോക്സൊക്കെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങളും സാധനവും അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിള്ളേരുമായിട്ട് വേണം വരാൻ ഇവിടെ. അപ്പോൾ ഇതാണ് സ്കൂൾ തുറപ്പിനുള്ള ബോക്സസൊക്കെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പൊട്ടിക്കാനുള്ളതാണ്. ബാക്കി വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വന്നിരിപ്പുണ്ട്. അപ്പോൾ പിള്ളേർക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഈ പണിയാകും. അട്ടയാർത്തി രതീഷ് ഇങ്ങനെ കിടക്കുകയാണ്. രതീഷ് എൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി കുടിക്കുകയാണ്. മീറ്റ് കിട്ടണ്ട സ്വന്തം രതീഷിനോട് ഇട്ടിട്ട് എൻ്റെ പപ്സ് എന്തായിരിക്കും വന്നിരിക്കുക. നിങ്ങൾ നോക്കൂ, രതീഷിനോട് ഇട്ടിട്ട് എൻ്റെ പപ്സ് ഇത്ര ബാക്കി. ഒരു എക്സ്പ്രഷൻ ഇല്ല. ചോക്കോസോല മേടിച്ചാൽ മതി. ഒരു വലിയ മാങ്ങയുണ്ടോ ശ്രീ? അതേടോ
വാങ്ങൂട്ടെ ചോക്കോസ് വാങ്ങിച്ചു. ചോക്കോസ് വാങ്ങിച്ചാ മൈസൂർ പാക്ക് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങളവിടെ പറയുന്നത് എനിക്കറിയില്ല. അല്ലേ മൈസൂർ പാക്ക് എന്നല്ലേ പറയുന്നത്? മൈസൂർ പാക്കെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പാക്ക് പോലെ അല്ലല്ലേ ഇരിക്കുന്നത്, കേക്ക് പോലെ അല്ലേ? അതിൽ വലിപ്പമുള്ള കേക്ക് ഞാനിങ്ങ് എടുത്ത് ഇതിൽ വലിപ്പമുള്ള കേക്ക് ഞാനിങ്ങ് എടുക്കുക. കൊള്ളാം. മധുരം താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ശ്രുതി. മധുരം എനിക്കത്ര ഇഷ്ടമല്ല, ഇതെല്ലാം തിന്നും. എവിടെ പോയാലും ഇതാണ് പണി. ഇതാണ് എൻ്റെ ഹോബി. അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ വീട്ടിൽ വന്നതാണ്. അപ്പം ഞാൻ പറിച്ചുകൊണ്ട് വന്ന ചെടി ഞാൻ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇത് എൻ്റെ 10 മണി ശേഖരമാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ കൊണ്ടുവന്ന 10 മണി കൂടെ നട്ടുകൊണ്ടിരിക്കുന്നത്. മൂലക്കായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ എൻ്റെ ഗാർഡനിങ് ഏരിയയാണ്. ഞാൻ ഇവിടെയാണ് എൻ്റെ ചെടികളൊക്കെ വളർത്തുന്നത്. എൻ്റെ വെറൈറ്റി ഓഫ് ചെടീസൊക്കെയാണ് ഇതായി നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചെടി ഇവിടെയൊക്കെ കുറേ 10 മണി ചെടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ബാക്കി ഇത് ഇവിടെയുണ്ട്. അങ്ങനെ ഒരു കൊച്ചു കൊച്ചു ഗാർഡൻ ഏരിയയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.